നമ്മൾ ഇന്ന് ചിക്കൻ പപ്സാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് കുറച്ച് ചിക്കൻ്റെ ഇറച്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് ഞാൻ മുറിച്ച് ഇരിക്കുന്നത്. വലിയ കഷ്ണങ്ങളാക്കിയാലും നമുക്ക് ചെറുതായിട്ട് മിക്സിയിൽ വേവിച്ച് കഴിഞ്ഞ് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി അതിനെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി. ആദ്യം നമുക്കിതൊന്ന് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അതിന് ശേഷം ഇത് വേവുന്ന സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ പപ്സിനായിട്ടുള്ള അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ചിക്കനാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. അത് ചെറുതായിട്ടൊന്ന് ഞാൻ മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള നീളത്തിലരിഞ്ഞത് 2 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ചെടുത്താൽ മതി ഇഞ്ചി. ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ: മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി ആവശ്യമായിട്ടുള്ള സോസുകൾ: കെച്ചപ്പ്, സോയാ സോസ്, ആവശ്യത്തിന് എണ്ണയും ഉപ്പും. നമുക്കാദ്യം സവോള വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പപ്സിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള സവോള വഴറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ചിക്കൻ വേവിച്ചത് ഉപ്പ് ചേർത്താണ്, അതനുസരിച്ച് ഓരോന്നിനും ഉപ്പ് ചേർക്കുക. നല്ലപോലെ വഴന്ന് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർക്കാം. സവോള നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി നല്ലപോലെ വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. ഇനി പൊടികൾ ഇടാൻ തുടങ്ങുമ്പോൾ നമ്മൾ തീരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലേ കരിഞ്ഞു പോവും. വഴന്നിട്ടുണ്ട് നല്ലപോലെ. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കാം. ഗരം മസാലപ്പൊടി, നമ്മൾ ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. എല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സോയാ സോസ് ഒഴിക്കുക. ഒരു 2 സ്പൂൺ കെച്ചപ്പ്, അതുമെല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. ഒരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടണം. നമ്മുടെ പപ്സിൻ്റെ പേസ്ട്രിയുടെ ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ടാണ്. അപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിൽ എടുക്കണം. ഇനി ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയോ പുതിനയിലയൊക്കെ ചേർക്കാം. ഇവിടെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ചിക്കൻ മാത്രമേ ഉള്ളൂ. ഇനി എരിവോ ഗരം മസാലയോ പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം, കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ചേർത്താലും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്താലും പ്രശ്നമൊന്നുമില്ല.
നമ്മുടെ പഫ് പേസ്ട്രിയിൽ വെക്കാനുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഫ് പേസ്ട്രിക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഫ് പേസ്ട്രിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് റോളിലും കിട്ടും, ഷീറ്റായിട്ടും കിട്ടും. റോളാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് തോ ചെയ്ത് കഴിയുമ്പോൾ അത് ഷീറ്റായിട്ട് മാറി കിട്ടും. ഇവിടെ ഇപ്പോൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 8 പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മുറിക്കുക. ഇവിടെ ഞാൻ മുറിച്ച് 8 ഇതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചിക്കൻ ഫില്ല് ചെയ്തിട്ട് സീല് ചെയ്യണം. അത് ഫോർക്ക് വെച്ച് 3 എഡ്ജ് നല്ലപോലെ സീൽ ചെയ്യുക. അതിന് ശേഷം എഗ്ഗ് വാഷ് ചെയ്യുക. അതിന് ശേഷം ആദ്യം ഇത് നമ്മൾ സമയമുണ്ടെങ്കിൽ അവൻ പ്രീഹീറ്റ് ചെയ്യുക 350 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ്. ഇത് നേരത്തെ എഗ് പപ്സ് കാണിച്ചപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞതാണ്. സെയിം പോലെ തന്നെ ഇത് നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഇത് ഫില്ല് ചെയ്യാം. പഫിൻ്റെ പേസ്ട്രി കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. ആ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ അങ്ങ് ക്രഷ് ചെയ്ത് വിടരുത്. ചെറിയ കഷ്ണങ്ങളാകത്തക്ക രീതിയിൽ കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് ചങ്കായിട്ടുള്ള പീസ് കിട്ടും. അത് നല്ലതാണ്. കൂടുതലങ്ങ് ചെറുതായിട്ട് ഞുറുക്കി വിടണ്ട. ഇതുപോലെ 3 വശവും ഫോർക്ക് കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്യുക. ഇനി എഗ്ഗ് വാഷ് ചെയ്യുക. മിക്സിയിൽ എഗ്ഗ് നല്ലപോലെ അടിച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ അടിച്ച് കിട്ടും. നമ്മൾ ഫോർക്ക് കൊണ്ടും ചെയ്യാം, പക്ഷേ അത് നല്ലപോലെ അത്രയും ഇതായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് നല്ലപോലെ അടിച്ചെടുത്തേച്ച് എഗ്ഗ് വാഷ് ചെയ്യുക. മുട്ട മൊത്തമായിട്ടാണ് അടിച്ചിരിക്കുന്നത്. വെള്ള തന്നെ വേണമെന്നൊന്നുമില്ല. നല്ലപോലെ മേളിൽ നല്ലപോലെ എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ നമുക്കിത് ഒരു 35 മിനിറ്റ്സ് വെക്കണം. ഇതുപോലെ ബാക്കി ഷീറ്റുകളും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ 350-ലാണ് അവൻ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഒരു കുക്കിംഗ് ഷീറ്റിലാണ്, വാക്സ് പേപ്പർ ഇട്ടിട്ട് കുക്കിംഗ് ഷീറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി അത് കൺവെക്ഷൻ ബേക്കിലിടണം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഈവനായിട്ട് നല്ലപോലെ ബേക്ക് ചെയ്ത് കിട്ടും. നമുക്കിത് ഓരോ ട്രേ ആയിട്ട് അകത്തോട്ട് കയറ്റാം. ഒരു 30-35 ആണ് ഇതിൻ്റെ ടൈം. അതനുസരിച്ച് നോക്കിയെടുക്കുക. നമ്മുടെ ചിക്കൻ പപ്സ് റെഡി ആയിട്ടുണ്ട്.